യഥാർത്ഥത്തിൽ ഈ കരിക്കുലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പാഠപുസ്തകം തയ്യാറാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അതിനെ സംബന്ധിച്ചത് ഒന്നുകിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം നുണ പറയുകയാണ്. ആരുടെ ഉപദേശം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമൂഹം ഇത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകത്തിൻ്റെ പരിഷ്കരണം എന്ന് വെച്ചാൽ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പം അത് ആദ്യം കുട്ടികളുടെ അഭിപ്രായം കേട്ടു. ഇതെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും കോംപ്ലിമെൻറ്റ്സ് വന്നിട്ടുള്ളതാണ്. ആദ്യം കുട്ടികളുടെ അഭിപ്രായം കേട്ടു. അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെ അഭിപ്രായം കേട്ടു. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടു. നമ്മുടെ ടീച്ചർമാരുടെ അഭിപ്രായം കേട്ടു. വിദ്യാഭ്യാസ രംഗത്തെ ബുദ്ധിജീവികളും വിദഗ്ധന്മാരെയും MLA-മാരെയും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് ഈ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളുടെ കരിക്കുലം കമ്മിറ്റി കൂടി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു വർഷക്കാലം എടുത്തു. കാരണം ഇത് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല. ഇത് ഓരോ വിഷയത്തിനും പ്രത്യേക സെമിനാർ നടത്തണം, ചർച്ച നടത്തണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. അത്രയും പ്രോസസ്സ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായത്. പൂർണ്ണമായപ്പോൾ അന്ന് അഭിനന്ദിച്ച സതീശൻ പറയുന്നു, അത്ര ഇത് കരിക്കുലം കമ്മിറ്റി ഒന്നും കൂടി ഇത് വേണ്ടവണ്ണം തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളും അങ്ങ് കള്ളം മാത്രം പറയുന്നൊരു വ്യക്തിയായിട്ട് ധരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പം സതീശൻ ഈ കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിന് മാറി നിൽക്കുന്നു എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ കണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 9ാം ക്ലാസ് 8ാം ക്ലാസ് എന്ന് ജയിച്ച് 9-ലാവുന്നതിന് മുമ്പ് എന്തിനാണ് പാഠപുസ്തകം കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഓൾ പ്രൊമോഷനാണ് കേരളത്തിൽ. 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഓൾ പ്രൊമോഷനാണ് കേരളത്തിലുള്ളത്. അതെങ്കിലും മറന്നുപോയതായിരിക്കും, ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കും. 1 മുതൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമില്ലേ, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളത്തേക്ക് ഓൾ പ്രൊമോഷനാണ്. ഈ 2ാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ചെയ്ത ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കി. സബ്ജക്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ 30% മാർക്ക് എല്ലാ വിഷയത്തിനും എല്ലാ കുട്ടികളും വാങ്ങണം. അത് സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസത്തെ ആ കുട്ടിക്കൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. വീണ്ടും പഠിപ്പിക്കുകയാണ്, വീണ്ടും ഒരു പരീക്ഷ എഴുതിപ്പിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതിയ ശേഷം ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കുറച്ച് വീക്കായ കുട്ടികളെ പഠിപ്പിച്ച് വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയും തോക്കുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയും ഫലത്തിൽ തോക്കുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ചോദിച്ചത്, ഈ റിസൾട്ട് എങ്ങനെ ഇന്ന കുട്ടികൾ ജയിക്കുമെന്ന് ശിവൻകുട്ടിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു പ്രമുഖ വ്യക്തി ഈ മണ്ടത്തരം ചോദിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്ക് അക്കാര്യത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ തുഗ്ലക്കിൻ്റെ പരിഷ്കാരം എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമല്ലോ. ഏതാണ് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയണ്ടേ? അത് ഇനിയിപ്പോൾ UDF-ൻ്റെ കാലഘട്ടത്തിൽ 2016 മുമ്പ് ഇരുന്ന അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതാണോ തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയണ്ടേ? അന്നത്തെ എന്താ സ്ഥിതി? അന്ന് പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റാ, പരീക്ഷ നടക്കുന്നില്ല. ഇന്നിപ്പോൾ പരീക്ഷ കൃത്യമായിട്ട് നടക്കുന്നു. കൃത്യസമയത്ത് SLC പരീക്ഷ റിസൾട്ട് വരുന്ന ഡേറ്റ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല.
ഇപ്പോഴേ SSLC ഹയർ സെക്കൻഡറി റിസൾട്ടിൻ്റെ ഡേറ്റ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷ നടക്കുന്നു, റിസൾട്ട് സമയത്ത് പ്രഖ്യാപിക്കുന്നു. പിന്നെ മറ്റ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായി തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സ്കൂളുകൾ കൃത്യമായിട്ട് നടക്കുന്നു. ടീച്ചർമാർക്ക് പ്രത്യേകം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ക്ലാസ് കൊടുക്കുന്നു പുതിയ പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അങ്ങനെ ഒരു ഇപ്പം ഇന്ത്യയിൽ തന്നെ അക്കാഡമിക് കരിയറിനെ സംബന്ധിച്ചിടത്തോളം നടത്തിയ പഠനത്തിൽ കേരളം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനം പഞ്ചാബാണ്. അപ്പം അങ്ങനെ ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ ആഴ്ച വരെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി. തൃശ്ശൂർ വന്ന് 64ാമത് സ്കൂൾ കലോത്സവത്തിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഇതേപോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഏറ്റവും നന്നായി നടക്കുകയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രി പിറ്റേ ദിവസം വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പ്രസംഗിച്ച വാക്കുകൾ ഞാൻ ഈ പ്രസ് ക്ലബ്ബും കൂടെ നല്ല ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രസ് ക്ലബ്ബാണ്, അതും കൂടെ ഈ വാക്കുകൾ കേട്ട് അത് ചീത്തയാവേണ്ടെന്നുള്ളതിൽ ഞാൻ പറയുന്നില്ല. പിന്നെ അസംബ്ലിയിൽ വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുകയാണ്. ഞാൻ പിൻവലിക്കില്ല. ഞാൻ പിൻവലിക്കണമെങ്കിൽ സോണിയാഗാന്ധി മാഡത്തിനെ പറ്റി ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞ് എങ്കിൽ ഞാനും പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും നമ്മളത് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല.